welcome to Epic Family. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അബാദ് ടർട്ടിൽ ബീച്ച് റിസോർട്ടിൽ വന്നായിരുന്നു. രാത്രിയിൽ വരുന്ന വീഡിയോയും റൂമിന്റെ കാഴ്ചകളും ഒക്കെ നിങ്ങൾ കണ്ടു. ഇതിപ്പം നേരം വെളുത്ത് രാവിലെ നമ്മൾ ഇവിടുത്തെ നിങ്ങൾക്ക് മോർണിംഗ് വ്യൂ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. സോ അതിനു വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അപ്പൊ നമ്മുടെ അബാദ് ടർട്ടിൽ ബീച്ച് റിസോർട്ടിന്റെ മൊത്തം കാഴ്ചകൾ മോർണിംഗ് വ്യൂ നമുക്ക് കാണാം. അതായത് റൂമിന് പുറത്തുള്ള കാഴ്ചകൾ. ഓക്കെ, ബാ. നമ്മളിങ്ങനെ നമ്മുടെ റൂമിന്റെ അല്ലെങ്കിൽ നമ്മളുടെ കോട്ടേജിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പം കാണുന്ന കാഴ്ചകളാണ്. അതായത് നമ്മുടെ റൂമിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കാഴ്ചകളാണ്. ഇതങ്ങ് നമ്മുടെ ഈ റൂമിന്റെ തന്നെ പല പല സൈഡുകളിലായിട്ട് വേറെയും കോട്ടേജസ് ഇങ്ങനെ കാണാം. ഫ്രണ്ടിൽ ഒരു കോട്ടേജ് ഉണ്ട്, സൈഡിലുണ്ട്, അങ്ങനെ കോട്ടേജസ് കാണാം. പിന്നെ ഇഷ്ടംപോലെ പച്ചപ്പ് തന്നെ പച്ചപ്പാണ്. ഇഷ്ടംപോലെ മരങ്ങള്, കിളികളുടെ സൗണ്ട്, പൂക്കള്, മൊത്തത്തിൽ എന്തോ പറയുക നമ്മൾ നേച്ചറുമായിട്ട് ഇങ്ങനെ ഇഴുകി ജീവിക്കുന്ന ആ ഒരു ഫീലാണ്. പിന്നെ ഈ ലോൺ ഏരിയയിലൊക്കെ ഇങ്ങനെ ചെയറൊക്കെ ഇട്ട് നമുക്കിവിടൊക്കെ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഇതൊക്കെ എൻജോയ് ചെയ്യാനുള്ള സ്പേസും എല്ലാം ഉണ്ട്. എന്താ പറയുക, ബീച്ച് എന്ന് പറയുമ്പോൾ ബീച്ച് റിസോർട്ട് എന്ന് പറയുമ്പോൾ ബീച്ചിന്റെ സൈഡിൽ ജസ്റ്റ് സ്റ്റേ ചെയ്യുന്നൊരു ഫീല് മാത്രമല്ല, ഇവിടുന്ന് ഒരു തൊട്ട് പുറയിൽ നമ്മുടെ ബീച്ചുണ്ട്. അപ്പം അതിൻ്റെ ഒരു വൈബും പ്ലസ് ഈ ഒരു എന്താ പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രോപ്പർട്ടിയിലാണ് ഇത് നിൽക്കുന്നത്. സോ ഈ ഒരു നേച്ചറും നമുക്ക് അതുപോലെ എൻജോയ് ചെയ്യാം, പ്ലസ് ബീച്ചിന്റെ വൈബും രണ്ടും കൂടെ ആകുമ്പോൾ ഈ റിസോർട്ട് ഒരു രക്ഷയില്ല. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം അല്ലെങ്കിൽ നമ്മളുടെ കോട്ടേജ്. ഓക്കെ, അപ്പം നമുക്കിനിയും നമുക്ക് ഈ റിസോർട്ടിനകത്ത് ഫുൾ നമുക്ക് നടക്കാം. നമുക്കിനി അങ്ങോട്ട് പോവാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ ഒരു ഏരിയയുടെ അടുത്തുള്ള കോട്ടേജസും കാഴ്ചകളുമാണ്. നമുക്കിനി ഇങ്ങനെ മുന്നോട്ട് നടന്ന് ഇവിടെയുള്ള ബാക്കി കാഴ്ചകളൂടെ ഒന്ന് കാണാം. ഓക്കെ, അതെ, ഈ കാണുന്ന ഈ ബിൽഡിംഗ് ആൻഡ് ഈ ചെയർ ഇട്ടിരിക്കുന്ന ബിൽഡിംഗ് ഇവിടെ സെക്യൂരിറ്റി ചേട്ടന്മാരുടെ ഇരിക്കുന്ന സ്ഥലമാണ്. അതായത് ഇത് വലിയൊരു പ്രോപ്പർട്ടി അല്ലേ. അപ്പം ഫ്രണ്ടിൽ എൻട്രൻസിൽ സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ട്. പിന്നെ പ്രോപ്പർട്ടിയുടെ നടുക്ക് ഭാഗത്തും ഒക്കെ ഇങ്ങനെ മോണിറ്റർ ചെയ്ത് നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്ന ഈ ഒരു കോട്ടേജസിന്റെ അടുത്തും ഇവിടെയും ഈ ഇങ്ങനൊരു സെക്യൂരിറ്റി റൂമും ഉണ്ട്. അവിടെയും സെക്യൂരിറ്റി ചേട്ടന്മാർ രാവിലെയും രാത്രിയിലും ഒക്കെ ഉണ്ട്. അപ്പം സെക്യൂരിറ്റിയും എല്ലാം പക്കയാണ്. പിന്നെന്താണ്, ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ സൈഡിൽ കാണുന്ന എല്ലാം കോട്ടേജസ് ആണ്. കണ്ടോ, ഈ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ രാവിലത്തെ ആ സണ്ണിന്റെ റേസ് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആ ഒരു വ്യൂ അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല. ഈ ഒരു ഏർലി മോർണിംഗ് സമയത്ത് ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള റിസോർട്ടിൽ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, ശരിക്കും വേറൊരു ഫീൽ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഈവനിങ്ങും. ഈ ഏർലി മോർണിംഗും ഈവനിങ്ങും ആണ് നമുക്ക് ഇങ്ങനെ നടന്ന് നേച്ചർ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. എന്നെ കണ്ടില്ലേ, നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, അത് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതായത് ചെടികളായാലും എല്ലാവരും വൃത്തിയായിട്ട് ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് തൂത്തൊക്കെ ക്ലീൻ ചെയ്തുമാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഈ നടക്കുന്ന സ്പേസിലെങ്ങും ഒരു അഴുക്കോ ഇലയോ ഒന്നുമില്ല. കാരണം ക്ലീനിങ് ചെയ്യുന്ന ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഒക്കെ കാണാം, അവർ പക്ക ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. സോ അത് നമ്മൾ എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പം ഇവിടെ ഈ ഏരിയ കിടക്കുന്ന കരിയിലയില്ലേ, അത് ക്ലീൻ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലൊക്കെ ചേച്ചിമാർ നിന്നിങ്ങനെ തൂക്കുന്നത് കാണാം. സോ അതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പക്കായിട്ട്. കണ്ടില്ലേ, നമ്മൾ റിസോർട്ടിൽ നിൽക്കുന്ന ഫീലാണോ തോന്നുന്നത്? ഈ വാട്ടർ ബോഡീസിനും അല്ലെങ്കിൽ ഈ ചെടികൾക്കും മരങ്ങൾക്കും ഒന്നും ഹാം ചെയ്യാത്ത രീതിയിലാണ് ഈ റിസോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്താ പറയുക, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, അതാണ് എനിക്ക് ഈ ഒരു അബാദ് ടർട്ടിൽ ബീച്ച് റിസോർട്ട് മാരാരിക്കുളത്തുള്ള ഈ റിസോർട്ടിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. അതായത് നേച്ചറിനോട് പക്ക ഇണങ്ങിയാണ് ഈ റിസോർട്ട് റൺ ചെയ്യുന്നത്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണം. പിന്നെ നമ്മളിങ്ങനെ നടക്കുവാണ്. ഞങ്ങളുടെ കൂടെ വന്ന് നിങ്ങളും ഈ കാഴ്ചകളൊക്കെ കാണും കേട്ടോ. അതാണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും സൈഡിലൊക്കെ വാഴ കൃഷികൾ കാണാം. അതാ ഞാൻ പറഞ്ഞത്, ഈ റിസോർട്ട് എനിക്ക് ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു റിസോർട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു ഫീലില്ല. നമ്മുടെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള നമ്മുടെ വീടുകളിൽ ഇറങ്ങി നമ്മൾ നേച്ചറിന്റെ ഭംഗി ആസ്വദിച്ച് നടക്കുന്ന ആ ഒരു ഫീലേ ഉള്ളൂ. എൻ്റെ അമ്മയുടെ വീടൊക്കെ പ്രയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയൊക്കെ നല്ല ഗ്രാമാന്തരീക്ഷം. എനിക്ക് അതുപോലെ തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവർ അരയന്നങ്ങളെ വളർത്തുന്നുണ്ട്. കണ്ടോ, സുന്ദരിമണികൾ നിൽക്കുന്നുണ്ട്. ഒരു 5-6 പേരുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഇവിടെ ഫുള്ളൊന്നും നടന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ അടുത്തോട്ട് വരാം. ഓക്കെ,
അതാ ഞാൻ പറഞ്ഞു, എനിക്കൊരു റിസോർട്ടിൽ വന്നൊരു ഫോമൽ ഫീൽ തോന്നിയില്ല ഈ റിസോർട്ടിൽ വന്നിട്ട്. ഇങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിൻപുറത്തോടൊക്കെ നടക്കുന്ന പോലാണ് ഈ ഒരു റിസോർട്ടിനകത്തെ ഫുൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വേണ്ട വാഴക്കൃഷിയുണ്ട്, പിന്നെ പാവല്, വഴുതനം, ചീര, അങ്ങനെ എല്ലാം ഒരു അടിപൊളി വെജിറ്റബിൾ ഗാർഡൻ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു എന്താ പറയുന്നത്, ഈ ഒരു ആശയം അടിപൊളിയാണ്. ഇപ്പം ഇങ്ങനത്തെ ഒരുപാട് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ട്സ് ഉണ്ട്. നമ്മൾ വേറെയും പോയിട്ടുണ്ട്, അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന് മുന്നേ നമ്മൾ കാണിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇത് കൊള്ളാം, ഇത് വേറൊരു രീതി. വെജിറ്റബിൾ ഗാർഡൻ എനിക്കൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ പോയ റിസോർട്ട്സിൽ വെജിറ്റബിൾ ഗാർഡൻ ഇത് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ കാണുന്നത് ഞാൻ ഇവിടാണ്. അതായത് എന്ന് വെച്ചാൽ ഭയങ്കര ഫോർമലായിട്ടല്ല അവർ ചെയ്തിരിക്കുന്നത്. പക്ക നമ്മളിപ്പോൾ ഒരു വീട്ടിൽ എങ്ങനെയായിരിക്കും പാവല് പടത്തുന്നതും ആ ഒരു രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, പിന്നെ വേണ്ട ഈ കാണുന്ന എല്ലാം ഓരോരോ കോട്ടേജസ് ആണ് കേട്ടോ. റൂം, അതായത് റൂം എന്ന് പറയുന്നത് ഓരോരോ ഇൻഡിപെൻഡന്റ് കോട്ടേജസ് ആണ്. സോ അതാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ വേണ്ടേ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. അതായത് ഇവിടെ നിറച്ചും ബട്ടർഫ്ലൈസ് ആണ്. പക്ഷെ ഈ ഒരു ഏരിയയിൽ ഉണ്ട് അവർ ഇങ്ങനെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഇങ്ങനെ അടുപ്പിച്ച് കുറേ പൂക്കളും കാര്യങ്ങളും ഉണ്ടല്ലോ. ഈ ഒരു ഏരിയയിൽ ഒരുപാട് ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് നടക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ അത് പല വെറൈറ്റീസ് ആണ്. സോ അതിൻ്റെ ഫോട്ടോയും അവർ ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ അതങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് ഇവിടെ. അങ്ങനെ എന്താണ് പറയുന്നത്, മൊത്തത്തിൽ നേച്ചറുമായിട്ട് ഇഴുകി ചേർന്നിട്ടുള്ള ഒരു റിസോർട്ടാണ്. അടിപൊളിയാണ്. ശരിക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. നമ്മളുണ്ടല്ലോ, ഞങ്ങൾ ഇപ്പം ഈ കാണിക്കുന്ന റിസോർട്ട്സോ ഹോട്ടൽസോ മാത്രമല്ല, നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി വേറെ നിന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, അല്ല നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മ തോന്നുന്നു നമ്മളങ്ങനെ കാണിച്ചിട്ടില്ല ഇതുവരെ. ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കാറില്ല. നമുക്ക് ചെല്ലുമ്പം തന്നെ ഒരു ആംബിയൻസ് കിട്ടുമല്ലോ, അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാറില്ല. ജസ്റ്റ് ഞങ്ങൾ നിന്ന് പിറ്റേ ദിവസം പോരും എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന റിസോർട്ട്സോ അല്ലെങ്കിൽ ഹോട്ടൽസോ മാത്രമാണ് ഞങ്ങളുടെ ഈ ഒരു ചാനൽ ഞങ്ങൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ബട്ടർഫ്ലൈ ഗാർഡനിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുവാണ്. ആൻഡ് ഈ ബട്ടർഫ്ലൈ ഗാർഡന്റെ അടുത്തായിട്ടാണ് നമ്മളുടെ ഈ റിസോർട്ടിന്റെ റെസ്റ്റോറന്റ് സ്പേസ് വരുന്നത്. ഓക്കെ, അതേണ്ട ഈ സൈഡിലായിട്ട് കാണുന്ന ബിൽഡിംഗ് ആണ് ഇവരുടെ റെസ്റ്റോറന്റ് സ്പേസ്. വേണ്ടേ നമ്മൾ അങ്ങോട്ട് നടന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം, പുറമേന്ന് കാണിക്കാമേ. ഇതാണ്ട് ഈ കാണുന്ന ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് ആ ഓടിട്ട ബിൽഡിംഗ് ഇല്ല, അതാണ് ഇവരുടെ റെസ്റ്റോറന്റ് സ്പേസ്. ഓക്കെ, അപ്പൊ ഞങ്ങളുണ്ടല്ലോ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം കഴിച്ചായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫുഡാണ്, ടേസ്റ്റി ഫുഡ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അത് നമ്മൾ ഈ പിന്നെ ഇങ്ങനെ നടക്കുവാണ്. ഇവിടെ കുട്ടികൾക്ക് ഉള്ള പ്ലേ ഏരിയാസ് ഉണ്ട്. പിന്നെ കുട്ടികളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കിങ്ങിനിമോളൊക്കെ ആണ് ഇങ്ങനെ ഓടിച്ചാടി അവർക്ക് നടക്കാൻ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ എക്സ്ട്രാ അല്ലാതെ അവർക്കുള്ള പ്ലേ ഏരിയാസും ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ കാഴ്ചകൾ കണ്ട് 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 ഇങ്ങനെ നടക്കുവാണ്. ഇനിയിപ്പോ നമുക്ക് ഇവരുടെ പൂൾ ഏരിയ ഒന്ന് കാണാം. ഇവരുടെ പൂൾ ഏരിയ എന്ന് പറയുന്നത് ഇവരുടെ റെസ്റ്റോറന്റിന് തൊട്ട് സൈഡിലായിട്ടാണ്, തൊട്ടടുത്തായിട്ടാണ്. ഓക്കെ, വേണ്ട ഇതാണ് ഇവരുടെ പൂൾ ഏരിയ. സ്വിമ്മിംഗ് പൂൾ ഇവിടാണ് വരുന്നത്. ഓക്കെ,
ഇങ്ങനെ ഇവിടെ ഒരു കുളമുണ്ട്. ഇതിപ്പം കുറെ വാട്ടർ ബോഡീസ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഓരോ സൈഡിലും ഉണ്ട്. അതിൽ ചിലതൊക്കെ അങ്ങനെ കാണിക്കുന്നതെന്നേ ഉള്ളൂ. ഞാൻ അതാ ഈ വീഡിയോ ഇടയ്ക്ക് പറഞ്ഞത്, നമ്മൾ ഈ നേച്ചർ നമുക്കിങ്ങനെ ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ റിസോർട്ട് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ കോട്ടേജിന്റെ അവിടുന്ന് നടന്ന് 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 ഇതാണ്ട് ഈ ഫ്രണ്ടിൽ ഇവിടെ റിസപ്ഷന്റെ സൈഡിലെത്തി. കഴിഞ്ഞ വീഡിയോയില് കണ്ടവർക്കറിയാം, അല്ലെങ്കിൽ കാണാത്തവർ അത് പോയി കാണണം. നമ്മൾ രാത്രിയിൽ ഈ റിസപ്ഷൻ ഏരിയയുടെ വന്ന് നിൽക്കുന്നതൊക്കെ ഞാൻ കാണിച്ചായിരുന്നു, നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഇതുണ്ട്, അതാണ് ഈ റിസപ്ഷൻ ഏരിയ. ഇതുണ്ട്, ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടുത്തെ നൈറ്റ് വ്യൂ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് കണ്ട റിസപ്ഷൻ ഏരിയയുടെ സൈഡിലുള്ള കാഴ്ചകളാണ്. ഇവരുടെ ഈ റിസപ്ഷൻ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ അടുത്തായിട്ട് തന്നെയാണ് വെൽനസ് സെന്റർ ഉള്ള നിൽക്കുന്ന ബിൽഡിങ്ങും ഒക്കെ വരുന്നത്. അതായത് ആയുർവേദിക് മസാജ് സെന്റേഴ്സും ഒക്കെ വരുന്നത് ഈ റിസപ്ഷൻ ഏരിയയുടെ അടുത്തായിട്ട് തന്നെയാണ്. ഇതാ കണ്ടില്ലേ, അതിന്റെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആക്ടിവിറ്റി ഹാള്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഈ ഒരു ഡിറക്ഷനിൽ വരുന്നത്, അതായത് റിസപ്ഷന്റെ തൊട്ടടുത്തായിട്ട്. സോ നമുക്ക് ഈ ഒരു ഏരിയ കൂടെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് നമുക്ക് തിരിച്ച് നമ്മളുടെ കോട്ടേജ് നിൽക്കുന്ന ആ സൈഡിലേക്ക് നടക്കാം. കാരണം നമ്മുടെ കോട്ടേജ് നിൽക്കുന്ന നമ്മുടെ ആ കോട്ടേജിന്റെ എക്സാക്ട് ലൊക്കേഷനിൽ നിന്ന് ജസ്റ്റ് 300 മീറ്റർ മാറിയിട്ടാണ് ബീച്ച് വരുന്നത്. സോ നമുക്കിനി ബീച്ചിലോട്ട് കൂടെ ഒന്ന് പോയി നിങ്ങളെ അതുകൂടെ കാണിക്കണ്ടേ. സോ ഇവിടെ നമുക്ക് തിരിച്ച് നമ്മുടെ കോട്ടേജിന്റെ ആ ഏരിയയിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ ഈ നടക്കുന്നുണ്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് റിസപ്ഷൻ നിൽക്കുന്ന എന്റെ അടുത്തായിട്ടുള്ള വെൽനസ് സെന്റർ, ആക്ടിവിറ്റി ഹാൾ ഒക്കെ ഉള്ള സ്ഥലത്തൂടെയാണ് ഈ നടക്കുന്നത്. അത് നമ്മൾ തിരിച്ച് വീണ്ടും നടന്ന് നമ്മുടെ കോട്ടേജിന്റെ അടുത്തേക്ക് എത്തി. ഈ ഒരു ഇത്രയും നിങ്ങൾക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണുമല്ലോ എന്തൊരു വലിയൊരു പ്രോപ്പർട്ടി ആണെന്നല്ലേ. നമ്മുടെ കോട്ടേജിന്റെ അടുത്തെത്തി നമ്മൾ. ഓക്കെ, നമ്മുടെ കോട്ടേജിനുണ്ടോ 103 ഉണ്ടോ 103 ആണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ അടുത്തോട്ടാണ് ബീച്ച് വരുന്നത്. ഓക്കെ, നമ്മൾ ഇനിയിപ്പം ബീച്ചിനടുത്തേക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇത്രയും നടന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണും, ഇത് ജസ്റ്റ് ഒരു ബീച്ചിന്റെ സൈഡിലുള്ള റിസോർട്ട്, ഒരു ബീച്ച് റിസോർട്ട് എന്നുള്ള ഫീലിനെക്കാട്ടി കൂടുതൽ ഇത് എന്തുമാത്രം നേച്ചറുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ആ ഒരു ഫീൽ കൂടെ നമുക്ക് കിട്ടും. ജസ്റ്റ് നമ്മൾ കടലിന്റെ സൈഡിൽ ഒരു ദിവസം ജീവിക്കുന്ന ആ ഒരു ഫീല് മാത്രമല്ല, ഫുള്ളി ബീച്ചുണ്ട് അടുത്ത്. പിന്നെ ഈ പ്രോപ്പർട്ടി ഫുള്ളി എന്താ പറയുന്നത്, നേച്ചറിന്റെ ഫുൾ ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സോ ഡെഫിനറ്റ് ആയിട്ടും ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ, അതാണ്ട് നമ്മളുടെ ബീച്ചിനടുത്തേക്ക് പോവാണ്. അപ്പൊ നമ്മളുടെ ഈ റിസോർട്ടിൽ ഇവർ ഇങ്ങനെ ഇവിടെ ടാപ്പ് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത് ബീച്ചിലേക്കല്ലേ. സോ ബീച്ചിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ കാല് കഴുകിയിട്ട് നമ്മുടെ റൂമിലേക്ക്, അവരവരുടെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അത് അവരങ്ങനെ പൈപ്പും അവിടെ വെച്ചിട്ടുണ്ട്, ഷവറും ടാപ്പും ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ ബീച്ചിന്റെ അടുത്തേക്ക് എത്തി. നമുക്ക് കിട്ടിയ ഈ ഒരു കോട്ടേജ് നമ്മുടെ റൂമിന്റെ അടുത്ത് നിന്ന് ജസ്റ്റ് 300 മീറ്ററേ ഉള്ളൂ ഈ ബീച്ചിനടുത്തേക്ക്. എന്ത് രസമല്ലേ, നമ്മൾ സ്റ്റേ ചെയ്യുന്നത് തൊട്ടടുത്ത് ബീച്ച്, പിന്നെ അടിപൊളി റിസോർട്ട്. എന്തായാലും ഞങ്ങള് ഒരുപാട് എൻജോയ് ചെയ്ത് കേട്ടോ ഈ ഒരു സ്റ്റേ, പറയാതെ വയ്യ. ഇവിടെ ഇങ്ങനെ ഇത് നേറ്റീവ്സ് ഒക്കെ ആയിരിക്കും, ഇതിനടുത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. കുട്ടികളൊക്കെ ഇന്ന് ക്രിക്കറ്റ് കളിക്കുന്നതും ഒക്കെ കാണാം. പിന്നെ വേണ്ട കടലിൽ പോകുന്ന ചേട്ടന്മാർ തന്റെ വലയൊക്കെ ശരിയാക്കുന്നത് കാണാം. എന്താ അടിപൊളി കാഴ്ചകളല്ലേ, കണ്ടോ അവരുടെ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചകളും ഒക്കെ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ബീച്ചിന്റെ അവിടെ നിന്ന് തിരിച്ച് നടന്ന് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകാൻ പോവാണ്. അപ്പം നമ്മളുടെ ഈ റിസോർട്ടിന്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയല്ലോ. ഇനിയിപ്പോ നമുക്ക് തിരിച്ച് റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ ഒന്നുകൂടെ ഞങ്ങൾ നടക്കാനൊക്കെ ഇറങ്ങാനാണ് പ്ലാന്. അപ്പൊ അന്നേരം ഞങ്ങൾ ഇവിടെ ഞങ്ങൾ എങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതും കൂടി ഇപ്പൊ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഞങ്ങളുടെ കുറച്ച് എന്താ പറയാ മൊമെന്റ്സ് കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ,
തിരിച്ച് നമ്മൾ ഇപ്പൊ റൂമിലോട്ടാണ് നടക്കുന്നത്. അവിടെ ചെന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഒന്നുകൂടെ ഇറങ്ങാം. ഹായ്, ചക്കരക്ക് ഇഷ്ടപ്പെട്ടോ? ചക്കരക്ക് ഇഷ്ടപ്പെട്ടോ? ആരായി നിക്കുന്നേ? അബാദ് ടർട്ടിൽ ബീച്ച് റിസോർട്ട് എൻജോയ് ചെയ്യുന്ന കിങ്ങിണി മോൾ. കിങ്ങൂട്ട ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? അതെന്തുവാട്? ഓ സൈക്കിളാണോ? സാറിന് ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലം? സാറിന് ഇഷ്ടപ്പെട്ടോ? ഇതാരാടാ? അപ്പയും മോള് ഊഞ്ഞാലാടുവോ അല്ലയോ? ഓ, ഇങ്ങനെ ഫോണിൽ വിളിച്ച് എല്ലാരും അറിയിക്കുവാണെന്ന് ഞാൻ ഊഞ്ഞാലാടുന്നെന്ന്. എത്ര വർഷത്തിന് ശേഷം അറിയാം ഊഞ്ഞാലി കയറുന്നത്. കൊച്ചിലെ അമ്മയുടെ അച്ഛൻ ഇങ്ങനെ അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോ ഇട്ട് തന്ന് എന്തോരം അഭ്യാസം കളിക്കുന്ന. അപ്പൂപ്പനെ കൊണ്ട് ഇങ്ങനെ സ്പീഡിൽ പറപ്പിക്കും. അപ്പന് പേടിയുവാ, എന്നാലും ഞാൻ ചെയ്തു തരുമായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതാ ഇഷ്ടേട്ടാ. ചക്കര ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങള് അബാദ് ടർട്ടിൽ ബീച്ച് റിസോർട്ടിലെ ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തത്. ഈ ഒരു സ്റ്റേക്കേഷനിൽ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഞങ്ങള് ഈ ഒരു സ്റ്റേക്കേഷൻ കൊണ്ട് ഒരുപാട് ഹാപ്പിയാണ്. നല്ലൊരു റിസോർട്ടാണ്. നിങ്ങൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ദിവസം വന്ന് ഇവിടെ സ്റ്റേ ചെയ്യണം. പിന്നെന്താണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് us. ഞങ്ങളുടെ ചാനൽ എപ്പിക് ഫാമിലിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പ്ലീസ് 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 സബ്സ്ക്രൈബ് അവർ ചാനൽ എപ്പിക് ഫാമിലി. ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരാം. അപ്പൊ എന്താണ്, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ എവരിവൺ.